എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സ്ത്രീയാണെങ്കിൽ അവൾ മറിയം ബീവിയെ പോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പെണ്ണ്, അവളാകട്ടെ അവിടെ ഭർത്താവിന്റെ തൃപ്തിയില്ല, ഭർത്താവിനെ പരിഗണിക്കാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് സ്വർഗമില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അവളുടെ ഒരു അമലും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല. ഭർത്താവ് വീട്ടിൽ വരുമ്പോ അവനെ പരിഗണിക്കാതെ മജ്‌ലിസിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ദിക്റും സ്വലാത്തുമായിട്ട് ചടഞ്ഞുകൂടുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ദിക്റ് ചൊല്ലിയാലും, നിങ്ങൾ എന്ത് സ്വലാത്ത് ചൊല്ലിയാലും, നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയാലും ആ ഭർത്താവിന്റെ പൊരുത്തമില്ലേ, ആ ഭർത്താവിനെ പരിഗണിക്കേണ്ട സ്ഥലത്ത് പരിഗണിച്ചില്ലേ, നിങ്ങളുടെ ഏത് ദിക്റാണെങ്കിലും നിങ്ങളുടെ ഏത് മജ്‌ലിസാണെങ്കിലും അല്ലാഹ്ക്കത് വേണ്ട എന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഭർത്താവിനോട് സംസാരിക്കൂല, മക്കളോട് സംസാരിക്കൂല, എന്ത് ഇബാദത്ത് എന്നാ ഇതിനൊക്കെ കുറിച്ച് പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിരിക്കും ഭർത്താവിന്. അത് തകിടം മറിയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു സിസ്റ്റത്തിന് കേട് വരുത്തിയിട്ടൊന്നും നമ്മളൊന്നും ചെയ്യരുത്. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസ്റത്തുൻ നവാഫിലി ബിലാ ഫർളിൻ എന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, താൻ തോന്നിയായി ജീവിക്കുന്നതിന്റെ അടയാളാണ് ഫർളുകൾ ഇല്ലാതെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാന്നുള്ളത്. ഫർളുണ്ടോ? ഇപ്പോ ഫർളുണ്ടോ? ഇല്ലല്ലോ, സുന്നത്തല്ലേ എല്ലായിരിക്കും.